ഓക്കെ, നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയ ബഡ്ജറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സമ്മറിയാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ബഡ്ജറ്റ് അലോക്കേഷനിൽ കൂടുതലായിട്ട് ഏത് സെക്ടറിലേക്കാണ് കൂടുതൽ എമൗണ്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 4.9 lakh crore ഇൻ ഡിഫൻസ്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് 2.6, അതിനുശേഷം ഹോം അഫെയർ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അർബൻ ഡെവലപ്മെൻറ്റ്, IT ആൻഡ് ടെലികോം സെക്ടർ. ഇങ്ങനെയാണ് ഇവിടെ ഒരു അലോക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിഫൻസിലേക്കും റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഹോം അഫെയർ, അഗ്രികൾച്ചർ, ഇങ്ങനെ ഈ എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്കാണ് കൂടുതലായിട്ടും നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ പേര് അറിഞ്ഞിട്ടുണ്ട്, അറിയാത്തവർക്ക് ഒന്നും കൂടെ പറയുകയാണ്. സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ 12 ലക്ഷം പ്ലസ് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടെ കൂടി 12,70,75,000 രൂപ വരെ നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നവരാണെങ്കിൽ അവർക്ക് ഇനി ടാക്സ് സീറോ ടാക്സ് ആണ്. നമുക്ക് ടാക്സ് ഒന്നും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് റിബേറ്റ് നമുക്ക് 7 ലക്ഷത്തിന് താഴെയായിരുന്നു ഇതുവരെ ഇൻകം ടാക്സ് ഇല്ലാതിരുന്നത്. അതാണ് ഉയർത്തി 12 ലക്ഷത്തിലേക്ക് ആക്കിയത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. ഒരു 8 ലക്ഷം 9 ലക്ഷം രൂപ വരെ ഗ്രോസ് സാലറി, അല്ലെങ്കിൽ 10 11 വരെ വരുന്നവർക്ക്, അല്ലെങ്കിൽ 12 വരെ വരുന്നവർക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ് ഈ ടാക്സ് ലിമിറ്റ് കൂട്ടിയതുകൂടെ നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എക്സംഷൻ ലിമിറ്റ് നമുക്ക് 3 ലക്ഷമായിരുന്നു, അത് 4 വന്നിട്ടുണ്ട്. ഇനി ബാക്കി 12,70,75,000 കൂടുതൽ ഉള്ളവർക്കാണെങ്കിൽ ടാക്സ് റേറ്റ്സ് മുമ്പോട്ട് പോകുമ്പോഴത്തേനും പറയും അവർക്ക്. അപ്പോൾ കുറേ ബെനിഫിറ്റ് അവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു 18 ലക്ഷം രൂപ ഒരു ഇൻകം ഇയർലിയിൽ ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ള കാൽക്കുലേഷൻ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു റെജീം അനുസരിച്ച് 0 തൊട്ട് 4 ലക്ഷം രൂപ വരെ നമുക്ക് 0% ഈടാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സീറോ ടാക്സ് ആണ് വരുന്നത്. 4 തൊട്ട് 8 വരെ 5% വരുന്നത്. അപ്പം 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ 4 ലക്ഷം രൂപയ്ക്ക് 5% എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഇനി 8 ലക്ഷം രൂപ തൊട്ട് 12 ലക്ഷം രൂപ വരെ വരുന്നത് 4 ലക്ഷം രൂപയാണ്, 8ഉം 12ഉം ഇടയ്ക്കുള്ളത്. അപ്പോൾ ആ ഒരു 4 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് 40,000 രൂപയാണ് വരുന്നത്. ഇനി 12 തൊട്ട് 16 വരെ ഉള്ളത് 4 ലക്ഷം രൂപയാണ്. ആ ഒരു 4 ലക്ഷം രൂപയ്ക്ക് 15% എന്ന് പറയുന്നത് 60,000 രൂപയാണ്. പിന്നെ 16 ടു 18, 16 ടു 20% അപ്പോൾ 18 ലക്ഷം രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ 16 തൊട്ട് 20 വരെ വരുന്നവർക്ക് 20% എന്ന് പറയുന്നത് 2 ലക്ഷത്തിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 40,000 രൂപ. അപ്പോൾ ടോട്ടലായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടലായിട്ട് അദ്ദേഹം അടയ്ക്കേണ്ട ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 1,60,000 രൂപയാണ് അടയ്ക്കേണ്ടത്. 18 ലക്ഷം രൂപയുള്ള ഒരു സാലറി ഉള്ള ആൾ പുതിയ റെജീം അനുസരിച്ച്, പുതിയ ടാക്സ് സ്കീം അനുസരിച്ച് പേ ചെയ്യുന്ന സമയത്ത് 1,60,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി അദ്ദേഹം പ്രീവിയസ് ടാക്സ് റേറ്റ് അനുസരിച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ 0 തൊട്ട് 3 വരെ 3 ലക്ഷം രൂപ വരെ സീറോ റേറ്റ് ആണ്, സീറോ ടാക്സ് ആണ്. 3 തൊട്ട് 7 വരെ 5%, അതായത് 20,000 രൂപ. 7 തൊട്ട് 10 വരെ 10%, 30,000 രൂപ. 10 തൊട്ട് 12 വരെ 15%, 30,000 രൂപ. 12 തൊട്ട് 15 വരെ 20%, നമുക്ക് 60,000 രൂപ. 15 തൊട്ട് 18 ലക്ഷം വരെ, 15 തൊട്ട് എബോവ് 30% ആയിരുന്നു. 15 തൊട്ട് 18 ലക്ഷം രൂപ, ആ ഒരു 3 ലക്ഷം രൂപയ്ക്ക് 30% പറയുന്നത് 90,000 രൂപ. ടോട്ടൽ 2,30,000 രൂപ അടയ്ക്കേണ്ട വന്നേനെ. അപ്പം പഴയ ടാക്സ് ആണെങ്കിൽ രീതിയിലാണ് അടയ്ക്കുന്നതെങ്കിൽ 2,30,000 രൂപ അടയ്ക്കേണ്ട വന്നേനെ. അപ്പോൾ നമ്മൾ നോക്കുമ്പം ടോട്ടലായിട്ട് 2,30,000 നിന്ന് 1,60,000 കുറച്ച് 70,000 രൂപ 18 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾക്ക് ഇനി പുതിയ റെജീം അനുസരിച്ച് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് 70,000 രൂപ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെല്ലാവർക്കും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ സാലറി ഉള്ളവരാണെങ്കിലും മീഡിയം സാലറി ഉള്ളവരാണെങ്കിലും സാലറി വളരെ കുറഞ്ഞുള്ളവരാണെങ്കിലും എല്ലാവർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, സേവിങ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി പഴയ ഓൾഡ് ടാക്സ് റെജീമിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെയാണ്. 0 ടു 2.5 ലക്ഷം ടാക്സ് സീറോ ആണ്. 2.5 ടു 5 ലാക്ക് 5% ആണ്. 5 ടു 10 ലാക്ക് 20% ആണ്. 10 ലാക്ക് എബോവ് 30% ആണ്. ഇതിന് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് എത്ര ബെനിഫിറ്റാണ് വരുന്നതെന്ന്. ഒരാൾക്ക് 12 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾക്കാണെങ്കിൽ പഴയ ടാക്സ് അനുസരിച്ചാണ് പേ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം 80,000 രൂപ പേ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ടാക്സ് അനുസരിച്ച് എത്രയാണ്? അദ്ദേഹം സീറോ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ 80,000 രൂപ അദ്ദേഹത്തിന് സേവിങ്സ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഒരാളുടെ 18 ലക്ഷം രൂപയാണ് സാലറി എങ്കിൽ അദ്ദേഹത്തിന് 70,000 രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. നമ്മൾ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഒരാളുടെ ടോട്ടൽ സാലറി 25 ലക്ഷം രൂപയാണെങ്കിൽ അദ്ദേഹത്തിന് 1,10,000 രൂപ ടാക്സ് സേവിങ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്കറിയാം, സാലറി 7-നും 8-നും 10-നും ഇടയ്ക്കുള്ളവർക്കാണെങ്കിലും ഒന്നും കൊടുക്കേണ്ട വരുന്നില്ല. അതുപോലെ തന്നെ 15, 16 ഉള്ളവർക്കാണെങ്കിലും നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 25 ഉള്ളവർക്കും ബെനിഫിറ്റ് ഉണ്ട്. 30 ഉണ്ടെങ്കിലും 40 ലക്ഷം ഉണ്ടെങ്കിലും 50 ലക്ഷം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ച് ചീപ്പർ റേറ്റ് കുറവ് വരാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളാണ് ഇനി കാണാൻ സാധിക്കുന്നത്. കൊബാൾട്ട് പൗഡർ, മൊബൈൽ ഫോൺസ് ബാറ്ററീസ്, ലിഥിയം അയൺ ബാറ്ററീസ്, ക്രിട്ടിക്കൽ മിനറൽസ്, വെറ്റ് ബ്ലൂ ലെതർ, ഫ്രോസൺ ഫിഷസ്, ഓപ്പൺ സെൽസ് EV ബാറ്ററീസ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെയൊക്കെ വില കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻകം ഇവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 22% ടോട്ടൽ ഇൻകം വരുന്നത്, നമ്മുടെ ടോട്ടലായിട്ട് ഈ എക്കണോമിയുടെ ഇൻകം വരുന്നത് നമുക്ക് ഇൻകം ടാക്സിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് 24% ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്, ബാക്കി യൂണിയൻ ഡ്യൂട്ടീസ് കുറേ നമുക്കിവിടെ കാണാൻ സാധിക്കും. കോർപ്പറേഷൻ ടാക്സ്, GST ആൻഡ് അതേഴ്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇൻകം ടാക്സ് കുറഞ്ഞതനുസരിച്ച് ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ കിട്ടുന്ന പൈസ അത് മാർക്കറ്റിലേക്ക് വരും. ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേനും അത് GST ആയിട്ട് മറ്റൊരു രീതിയിൽ കൂടുതൽ GST കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്ക് എങ്ങോട്ടാണ് നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ എക്സ്പെൻസ് പോകുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് പോകുന്നത് നമുക്ക് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ നമുക്കിവിടെ അതർ എക്സ്പെൻഡിച്ചർ, സെൻട്രൽ സ്പോൺസേർഡ് സ്കീം, ഫിനാൻസ് കമ്മീഷൻ, അതർ ട്രാൻസ്ഫേഴ്സ്, ഡിഫൻസ്, അതുപോലെ തന്നെ സെൻട്രൽ സ്കീംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആണ് നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ടുകളെല്ലാം, സർക്കാരിന് കിട്ടുന്ന ഈ എമൗണ്ട് എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു സെക്ടേഴ്സിലേക്കും ഈ ഒരു സ്കീമിലേക്കൊക്കെയാണ് കൂടുതലായിട്ടും പൈസ പോകുന്നത്. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ബീഹാറിലേക്ക് കുറേ മക്കാന ബോർഡ് ഫോർമേഷൻ നമുക്ക് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫുഡ് ടെക്നോളജി എൻ്റർപ്രൈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഒരു പാറ്റ്ന എയർപോർട്ട് അപ്ഗ്രേഡ്, അതുപോലെ തന്നെ അഡീഷൻ ഓഫ് ന്യൂ ഒരു എയർപോർട്ടും കൂടെ പറയുന്നുണ്ട്. പിന്നെ അപ്ഗ്രേഡിങ് കോസി കനാൽ, കുറേ കാര്യങ്ങൾ ബീഹാറിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഇതാണ് ടാക്സ്, അതുപോലെ തന്നെ ഏതൊക്കെ സെക്ടറിലാണ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് സേവ് ചെയ്യാൻ പറ്റുന്നത്, പഴയ ടാക്സും പുതിയ ടാക്സും, എത്ര ഇൻകം ടാക്സ് ആണ് വരുന്നത്, ഈ ടോട്ടലായിട്ടൊരു സമ്മറിയാണ് ഞാൻ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷേ എല്ലാവർക്കും വീഡിയോസൊക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ടോട്ടൽ സമ്മറി പെട്ടെന്നൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്തോ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ, അത് ഒരുപക്ഷേ ഒരു 8 ലക്ഷം രൂപയുള്ള ഒരു ആളാണ്, അദ്ദേഹം ഇൻകം ടാക്സ് കൊടുക്കേണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട് 8 ലക്ഷം രൂപയുടെ കൂട്ടത്തിൽ നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടുവാണെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ ലോങ് ടൈമിലാണെങ്കിൽ 12.5% ക്യാപിറ്റൽ ഗെയിൻ കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലാണെങ്കിൽ 20%, ഒരു വർഷത്തിന് താഴെയാണ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നതെങ്കിൽ അത് 20% കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും 8 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ 1 ലക്ഷം രൂപ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ 20% 20,000 രൂപ നമ്മൾ സർക്കാരിലേക്ക് അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇത് സാലറിഡ് പേഴ്സൻ്റെ കാര്യമാണ് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിനിന് സർക്കാർ നിയന്ത്രിച്ചിരിക്കുന്ന ആ റേറ്റ് തന്നെ തിരിച്ച് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.